അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്ന നമ്മൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വേലയാൽ, പ്രേരണയാൽ, അനുഗ്രഹം പ്രാപിപ്പാനും സൗഖ്യം പ്രാപിപ്പാനും യഥാസ്ഥാനപ്പെടുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന 1 പത്രോസ് 2 അധ്യായത്തിലെ 25-ാമത്തെ വാക്യത്തിൽ 24-25 വാക്യത്തിൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ 1 പത്രോസ് 2-24 അധ്യായത്തിൽ പത്രോസ്ലിയാൽ കൂടെ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്ക് എത്ര ശതമാനം അനുഭവമായിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. പാപം സംബന്ധിച്ച് മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്നിട്ട് എന്താ നമ്മുടെ പാപം മാറാത്തത്? ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നു, പാപമോചന പ്രാർത്ഥന നടത്തേണ്ടി വരുന്നതിൻ്റെ കാര്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണം. ആ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനേകർക്ക് സൗഖ്യം കിട്ടി. നമ്മുടെ അസുഖം എന്നാ മാറാത്തത്? അപ്പോൾ നമ്മുടെ പാപവും നമ്മുടെ രോഗവും എല്ലാം താൻ വഹിച്ചു, ശിക്ഷയേറ്റു. സ്വർഗത്തിലെ ബാങ്കിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ടതായ കടവും അവൻ വീട്ടിൽ നിന്നാണ് പറയാം. അങ്ങനെ പാപമുണ്ട്, കടമുണ്ട്, രോഗമുണ്ട്, ശാപമുണ്ട്. ഇതെല്ലാം കർത്താവ് കാൽവറിയിൽ വഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് നമുക്കെന്താ ശാപം മാറാത്തത്, നമ്മുടെ രോഗം മാറാത്ത, നമ്മുടെ കടം തീരാത്തതെന്നാ? ഇതിൻ്റെ മറുപടി അറിയിക്കണം. 2000 കൊല്ലം കഴിഞ്ഞു, 21-ാം നൂറ്റാണ്ടായി. തോമാസ്ലീഹ ഇന്ത്യയിൽ വന്നിട്ട് AD 52 വന്നതാ. കുർബാന എത്രയെണ്ണം ചൊല്ലിയിരിക്കുന്നു, എന്തുമാത്രം കുർബാന നമ്മൾ അനുഭവിച്ചിരിക്കുന്നു, എന്തുമാത്രം പ്രാവശ്യം പുരോഹിതന്മാർ തലയ്ക്ക് വെച്ച് പാപമോചനം തന്നു. എന്നിട്ട് പിന്നെയും കിടക്കുക പാപം. ഇതിൻ്റെ കാര്യം എന്താണ്? അതിന് മറുപടി കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. മാമോദീസായിൽ നമ്മൾ ജനിച്ച യേശുവിനെ വളർത്തണമെങ്കിൽ, മാമോദീസായിൽ നമ്മൾ ജനിച്ച യേശുവിനെ വളർന്ന് മരിച്ചുയർത്തലിന്റെ സ്വർഗ്ഗാരോഹണം ജയിച്ച് പെന്തിക്കോസ്തിയുടെ അനുഭവം നമുക്ക് 100% കിട്ടിയെങ്കിൽ മാത്രമേ പാപം, നീതി, ന്യായവിധി ഈ കാര്യത്തിൽ നമുക്ക് പൂർണ്ണ അനുഭവം നമുക്കുണ്ടാകുള്ളൂ. ഇതിലെല്ലാം അപൂർണത കിടപ്പുണ്ട്. നമ്മുടെ പാപബോധവും പാപപരിഹാര ശുശ്രൂഷയും കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്തെങ്കിലും നമ്മൾ സഹകരിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനിയും പലതും അവശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കേണ്ടി വരുന്നത്. പിതാവിൻ്റെ കൂടെ മറിഞ്ഞിരിക്കുന്ന നീതി നമ്മൾ പൂർണ്ണമായി നിവർത്തിക്കാത്തതുകൊണ്ട് അനീതിയുടെ കേസ് നമ്മുടെ കയ്യിലുണ്ട്. കർത്താവ് നമ്മളെ അടിമപ്പെടുത്തി, നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പിശാചിനെ തോൽപ്പിച്ചതാണ്, അവൻ തലചതച്ചതാണ്. എന്നിട്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് എന്താണ്? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് ഒരു ദൃഷ്ടാന്തം പറയുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കടം വന്നിട്ട് വീടും പെരയിടും എല്ലാം ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് വന്നു. ഒരു പാവപ്പെട്ട വീടും പെരയിടും എല്ലാം ജപ്തി ചെയ്ത് പോകാൻ പോകുന്ന നോട്ടീസ് വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കടവുമുണ്ട്. ഇവരുടെ കുടുംബത്തോട് സഹതാപം തോന്നിയ ധനികനായ ഒരു കൂട്ടുകാരൻ ഇവരുടെ കടം മുഴുവൻ പോയി വീട്ടിൽ ഇതിൻ്റെ റസീറ്റ് കയ്യിൽ വെച്ചു. അദ്ദേഹം വീട്ടിൽ താമസിക്കുകയാണ്. ഈ വീട് ജപ്തി ചെയ്യാൻ വരുന്ന അന്ന് ഈ കടം മുഴുവൻ വീട്ടിൻ്റെ റെസീറ്റ് കയ്യിലുള്ള ആ കൂട്ടുകാരൻ വീട്ടുകാരെ വിവരം അറിയിച്ചു. നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് നിങ്ങളുടെ സഹതാപമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ധനം നിങ്ങളുടെ കടം വീട്ടാനും കൂടെയാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി. നിങ്ങളുടെ കടം മുഴുവനും ഞാൻ വീട്ടിയിരിക്കുന്നു. എൻ്റെ കടവും എൻ്റെ പാവവും കർത്താവ് വീട്ടിയ കാര്യം ഞാൻ അറിഞ്ഞതിന് നന്ദി സൂചകമായിട്ടാണോ നിങ്ങളുടെ കടവും നിങ്ങളുടെ ബാധ്യതകൾ ഞാൻ തീർത്തിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഈ റെസീറ്റ് വാങ്ങിച്ച് കൈ വെക്കണം. ജപ്തി ചെയ്യാനായിട്ട് വരുന്നവർ നിങ്ങളെ അവിടെ ഇറക്കിക്കൊണ്ട് പോയി ഇത് ജപ്തി ചെയ്ത് കടം വീട്ടാൻ ശ്രമിക്കുമ്പോൾ ഈ പേപ്പർ നിങ്ങൾ കാണിച്ചാൽ മതി. ഞങ്ങൾ കുറ്റക്കാരാണ്, കടമുള്ളവരാണ്, പാവപ്പെട്ടവരാണ്, അടച്ചെടുക്കാൻ നിവൃത്തിയില്ലാതെ ജപ്തി ചെയ്യാൻ വന്നതിന് വളരെ നന്ദി.
പക്ഷെ എന്നോട് സഹതാപവും സ്നേഹം ഉണ്ടായിരുന്ന ഒരാൾ കടം വീട്ടിയിട്ടുണ്ട്, റെസീറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ ജപ്തി നടക്കുമോ? ഇല്ല. ഞാൻ മറിച്ച് ഈ കൂട്ടുകാരൻ ഈ റെസീറ്റ് അവനോട് കൊടുക്കാൻ നീ എൻ്റെ വീട്ടിലോട്ട് പോവാം, ഞാൻ ആ റെസീറ്റ് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, നീ അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കണം എന്ന് തലേ ദിവസം അറിയിച്ചു. അത് ഈ പാവപ്പെട്ട മനുഷ്യന് വിശ്വസിക്കാനൊത്തില്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ളൂ. അവനത് നമ്മൾ വിശ്വസിക്കാനുള്ളത് ലക്ഷക്കണക്കിന് രൂപ ചുമ്മാതെ കൊടുക്കാനോ, പക്ഷെ എന്നെ കളിപ്പിക്കാനായിരിക്കും. അപ്പോൾ ആ കൂട്ടുകാരൻ ഒരാളെ വിട്ട് അങ്ങോട്ട് പറയിപ്പിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കടം ഞാൻ വീട്ടിയിട്ടുണ്ട്, നീ ഇനി വീടില്ലാത്തവരായിട്ട് ഇറങ്ങിപ്പോണ്ട കാര്യമില്ല, അത് തെളിവ് വേണ്ട, എൻ്റെ കയ്യിൽ എൻ്റെ റെസീറ്റുണ്ട്, നീ ഒരാളെ ഇങ്ങോട്ട് വിടുവോ, നീ ഇങ്ങോട്ട് വരുവോ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചില്ലെങ്കിൽ, അതനുസരിച്ചില്ലെങ്കിൽ കടം വീടുവോ? കടം വീട്ടിയതിന് ഗുണം കിട്ടുമോ? ഇല്ല. ഇതുപോലെ തന്നെ നമ്മുടെ സകല കടവും വീട്ടാൻ സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രൻ വന്ന സകല കടവും വീട്ടിയതിൻ്റെ റെസീറ്റ് കയ്യിലുണ്ട്. നമ്മൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പാവിയാണ്, ഞാൻ കടക്കാരനാണ്, നീ എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തത് ഞാൻ വിശ്വസിക്കുന്നു, ആ റെസീറ്റ് എൻ്റെ തരാൻ പറയണം. അപ്പോൾ കർത്താവ് പാപം മോചിച്ച് ഒരു മുദ്ര നമ്മുടെ മേൽ പതിക്കും. ഒപ്പിട്ടതായ റെസീറ്റ് ഉള്ളത് കാണിച്ചു കഴിയുമ്പോൾ ജപ്തി ചെയ്യാൻ വരുന്നവർ അത് വാങ്ങിച്ചുകൊണ്ട് പോയി ആ വിധി ക്യാൻസലാക്കി അവൻ രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും കടം വീടാത്തതിൻ്റെ കാര്യം, കടം വീട്ടിയ കാര്യം വിശ്വസിച്ച് റെസീറ്റ് കാണിച്ച് വിശ്വാസത്തോടെ അനുസരിക്കാത്തതുകൊണ്ടാണ് നഷ്ടം വരുന്നത്. ഒന്നത് ഇനി വേറെ ഉദാഹരണം പറയാം. അപ്പൊ അനുസരണക്കേട് കൊണ്ടും അവിശ്വാസം കൊണ്ടും വീട്ടിൽ കിട്ടിയ കടം അവൻ അനുഭവിക്കാനൊക്കാതെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരികയും കഴിയാധാരമാവുകയും ചെയ്യുന്ന ആരാണ് ഉത്തരവാദി? വേറെ ഒരു ഉത്തരവാദിയാണോ? അല്ല. ഇനി വേറൊന്നോ, 7 പെൺമക്കളുള്ള ഒരു വീട്ടുകാരൻ മദ്യപാനിയും കൊലപാതകനും വ്യഭിചാരിയും മഹാദ്രോഹിയുമായി കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അത്രയ്ക്ക് ദ്രോഹിയായിരുന്നു, അത്രയ്ക്ക് കൊള്ളരുതാത്തവനുമായിരുന്നു. തൂക്കിക്കൊല്ലുന്ന ആ വിവരം അറിഞ്ഞ് ഇവന്റെ ഭാര്യയും 7 പെൺമക്കളും അലറിക്കരഞ്ഞു, ഞങ്ങൾ അനാഥരാകുന്നു. മദ്യപാനിയും ദ്രോഹിയുമായിരുന്നു, വല്ലപ്പോഴും വീട്ടിൽ കയറി വരുമായിരുന്നു, വല്ലതൊക്കെ കൊണ്ട് തരുമായിരുന്നു, കുടിയുടെ ഇടയ്ക്കാണെങ്കിലും ബോധം വീഴും വല്ലതൊക്കെ സഹായിക്കുമായിരുന്നു. അതും ഇല്ലല്ലോ. ഈ 7 പെൺപിള്ളേരെ ആര് കെട്ടിക്കും? എങ്ങനെ കെട്ടിക്കും? ഈ 7 പെൺപിള്ളേരെയും കൊണ്ട് ഈ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടു, പലരെയും കണ്ടപ്പോൾ അവർ വിദ്യ പറഞ്ഞു കൊടുത്തു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് പോയി ദയാഹർജി കൊടുക്കാമെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമേ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അവരത് കേട്ടുകൊണ്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് പോയി ദയാഹർജി എഴുതി കൊടുത്തു. എൻ്റെ ഭർത്താവ്, ഈ പെൺമക്കൾ പറഞ്ഞു ഞങ്ങളുടെ പിതാവ് കഴിവരത്തിൽ കയറത്തക്കവണ്ണം കുറ്റക്കാരനാണ്, മദ്യപാനിയാണ്, കൊലപാതകനാണ്, പാപിയാണ്, ന്യായപീഠത്തിൽ നിന്ന് തൂക്കിക്കൊല്ലാൻ മരിച്ചിരിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ അനാഥരാകാൻ പോകുന്നു. ഞങ്ങൾ ദയാഹർജി സമർപ്പിക്കുന്നു. എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പിതാവിനോട് ക്ഷമിക്കണം, അദ്ദേഹത്തിന് ഒന്നുകൂടെ ജീവിക്കാൻ അവസരം നൽകണം, ദയാഹർജിക്ക് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് നേരിട്ട് എന്ന് പ്രസിഡന്റിന്റെ കാലെ പിടിച്ചപ്പോൾ പ്രസിഡന്റ് അത് റദ്ദ് ചെയ്തു. ഈ ഭാര്യയുടെയും മക്കളുടെയും കണ്ണുനീര് കണ്ടപ്പോൾ പിന്നെ കൊലക്കുറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച്, ആ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് അവനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ജഡ്ജിയെ പ്രഖ്യാപിച്ചു. ജഡ്ജി ഓർഡർ എഴുതി കൊടുത്തു. ഇത് ഇങ്ങനെയൊരു നിയമപ്രകാരം, ദയാഹർജി പ്രകാരം അവനെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ കാര്യം ജഡ്ജി ജയിൽ വാർഡനെ അറിയിച്ചു. ജയിൽ വാർഡൻ ഇവനെ തൂക്കിക്കൊല്ലുന്ന ദിവസത്തിന്റെ രാവിലെ അയാൾ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് വായിച്ചു കേൾപ്പിച്ചു, നിന്നെ ഒന്ന് തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു, നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ 7 പെൺമക്കളും കൂടെ ഇന്ത്യൻ പ്രസിഡന്റ് കാൽക്കൽ വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് മരണത്തിൽ നിന്ന് അവനെ വിടുവിച്ചിരിക്കുകയാണ്. ഇനിയും മേലെ മര്യാദയ്ക്ക് വെച്ചോണം.
നിന്റെ ഭാര്യയും നോക്കി പെൺമക്കളെയും നോക്കി നീ ജീവിച്ചോ, മേലെ പാവം ചെയ്യരുതെന്ന് പറഞ്ഞ് നോട്ടീസ് കൊണ്ട് കൊടുക്കും. അന്ന് വായിച്ച് നമുക്ക് വിശ്വസിക്കാനുള്ളതില്ല. ഇതൊക്കെ എന്നെ കളിപ്പിക്കാനാണ്, ശത്രു തന്നെ ചാകുന്നതിന് മേലെ എന്നോട് കളിപ്പിക്കുക എന്ന് പറഞ്ഞ അയാൾ തള്ളിക്കളഞ്ഞു. പല പ്രാവശ്യം അവനെ വിട്ടു. രാവിലെ കൊണ്ട് കൊടുത്തു, ഉച്ചയ്ക്ക് കൊണ്ട് കൊടുത്തു, 3 മണിക്കും കൊണ്ട് കൊടുത്തു. അവൻ തള്ളിക്കളഞ്ഞു, പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ഈ വിവരം ജഡ്ജിയെ അറിയിച്ചു. അവൻ ഇന്ത്യൻ പ്രസിഡന്റ് ദയാഹർജി പ്രകാരം കൊടുത്ത വിടുതൽ ആ പ്രഖ്യാപനത്തെ അവിശ്വസിച്ചുകൊണ്ടും തള്ളിക്കളഞ്ഞോണ്ട് അവനെ തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. ഞാൻ തൂക്കിക്കൊന്നു. തൂക്കിക്കൊന്നവന്റെ പാവം കൊണ്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാ? അനുസരണക്കേടുകൊണ്ടും അവിശ്വാസം. ഇനി നമ്മുടെ പാവം കൊണ്ടാരും നരകത്തിൽ പോകില്ല. നമ്മുടെ പാപിയാണെന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ കർത്താവ് കൊല്ലുകയുമില്ല. പിന്നെ എന്തിനായിരിക്കും? അനുസരണക്കേടുകൊണ്ടും അവിശ്വാസം കൊണ്ടും നീരസം കൊണ്ടും ആയിരിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്നെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യം പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഇനി രോഗിയാകേണ്ട കാര്യമില്ല, ഞാൻ ഇനി പാപത്തിന് വേണ്ടി നരകത്തിൽ പോകേണ്ട കാര്യവും ഇല്ല എന്നുള്ള കാര്യം വിശ്വസിച്ച് ഏറ്റു പറയാമെങ്കിൽ അവൻ നമുക്ക് സൗഖ്യവും പാപമോചനവും കടങ്ങളുടെ ബാധ്യത എല്ലാം തീർത്ത് അനേകം വാങ്ങിച്ചു കഴിഞ്ഞു. നമുക്കിതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ 100% ഇതുവരെയും അത് വിശ്വസിച്ചിട്ടുമില്ല, അനുസരിച്ചിട്ടുമില്ല. എന്നാൽ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. യേശു നമ്മുടെ പാപശാപങ്ങളിൽ വഹിച്ചത് നമ്മളെ തനിക്ക് വേണ്ടി ജീവിക്കാനാണെന്നുള്ളതായിട്ട് ഓർമ്മിച്ചിരിക്കുന്നു. പൗലോസിയ ഇത് വിശ്വസിച്ച് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും പ്രാപിച്ച് അറേബ്യയിൽ താമസം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസിയ മറ്റുള്ളവരുടെ പാപശാപങ്ങൾ പകരം വഹിക്കുന്ന ഒരാളായിട്ട് പൗലോസിയ രോഗം ഏറ്റുവാങ്ങി. അപ്പം അങ്ങനെ രോഗം വരും. അപ്പോൾ യേശു നമ്മുടെ പാപത്തിന് ഫലമായുണ്ടായ രോഗമെല്ലാം മാറ്റി. ഇനി ഏതെങ്കിലും രോഗം ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ അലങ്കരിച്ചു പോകാതിരിക്കാൻ വേണ്ടി കൃപയുടെ വാതിലായിട്ട് തരുന്ന രോഗങ്ങളുണ്ടാകാം. പൗലോസിയായിക്ക് ഒരു മുള്ളു കുത്തുന്ന പോലെയുള്ള വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നത് മാറ്റിയില്ല, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു. അത് കൃപയുടെ വാതിലായിട്ട് ചില രോഗങ്ങൾ അവശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടെ യേശുവിൽ ആശ്രയിക്കാമെങ്കിൽ കടങ്ങൾ പരിഹരിക്കപ്പെടും, പാപങ്ങൾക്ക് മോചനം ലഭിച്ചു, കർത്താവ് നമ്മുടെ കടവും വെട്ടി. ഇന്ന് നമ്മൾ അവന് വേണ്ടി ജീവിക്കേണ്ടതാണ്. ഇനിയുള്ള അസുഖവും കർത്താവിന് വേണ്ടി കൃപ വരാൻ വേണ്ടി വഴിയായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഞാൻ അലങ്കരിച്ച് പാലിപ്പാൻ വേണ്ടി കർത്താവ് എനിക്കത് ഇതൊരു അനുഗ്രഹമാണെന്ന് വിചാരിച്ച് അതിന് സഹിക്കാനുള്ള കഴിവ് നമുക്ക് തരും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൽ നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയല്ല. ആ സമാധാനം ആർക്കും കളയാനൊക്കെയില്ല. നമ്മുടെ സമാധാനം ആരെങ്കിലും കളഞ്ഞെങ്കിൽ അത് കർത്താവ് തന്ന സമാധാനമാണോ? അല്ല. അങ്ങനെയാണല്ലോ പോട്ട്, പോകുന്ന സമാധാനം കൊണ്ട് പോട്ട്, പോകാത്ത സമാധാനം വരട്ടെ. അത് യേശു നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ ആ സമാധാനം കിട്ടും. കർത്താവ് നമ്മളോട് സംസാരിക്കാമെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് ആദ്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സന്തോഷം ആരെങ്കിലും കളഞ്ഞെങ്കിൽ അത് കർത്താവ് തന്ന സന്തോഷമാണോ? അല്ല. അപ്പോൾ കർത്താവ് തന്ന സന്തോഷ സമാധാനം ആത്മാവിന്റെ ഫലമായിട്ട് തരുന്നതാണ്. അത് ആർക്കും കളയാനൊക്കെയില്ല. അത് നമ്മളെ ആരൊക്കെ എന്നാക്കെ ചെയ്താലും അത് വർദ്ധിച്ച് വരുന്നതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാർ യേശുവിന് വേണ്ടി കഷ്ടത സഹിച്ചപ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് അത് സഹിച്ചത്. അവർക്ക് ഈ കഷ്ടത വരുന്നതിന് മുമ്പേ തന്നെ, അവർക്ക് ഈ ശോധനയും പീഡനവും വരുന്നതിന് മുമ്പ് തന്നെ ആരെ കിട്ടി? സമാധാനമായി യേശുവിനെ കിട്ടി. യേശു നദി പോലുള്ള സമാധാനം അവർക്ക് കിട്ടി. അവർക്ക് കർത്താവിന്റെ വചനം കേട്ടിട്ട് കിട്ടിയ സന്തോഷം കിട്ടി. അതാർക്കെങ്കിലും കളയാനൊക്കെ അത് എത്രയും വേഗം ആർജിച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ വേല തയ്ക്കാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യം വിശ്വസിച്ച് ഇന്നത്തെ നമ്മുടെ പാപ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ, പാപ അവസ്ഥയിൽ നിന്ന് കിട്ടുന്നതായ പാപചിന്തകൾ, പാപ വാക്കുകൾ, പാപപ്രവൃത്തികൾ കർത്താവ് പരിഹരിക്കാൻ കാൽവറിയിൽ മരിച്ചതാണ്. നമ്മളിത് വരുമ്പോൾ 100% കൈപ്പറ്റിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് കുടിശ്ശിക തീർത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. നിങ്ങളവന്റെ കാഴ്ചകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടല്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട്
ഭീഷണവും പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി വീഴുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ബാരക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ജീവൻ നൽകുന്നതായ വിശുദ്ധ സുവിശേഷം ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന രക്ഷാപ്രസംഗനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ നിന്ന് അറിയാവുന്ന ശരീരന്റെ ജാതീയത്തിന്റെ ജീവനും നമ്മുടെ ഭർത്താവ് നിരീക്ഷണമാവുന്ന യേശുമിശിഹായുടെ ലോകജീവിതകാൽ ജീവിക്കുകയും ഈ പ്രകാരം അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 8 മുതലുള്ളതായ ഭാഗങ്ങൾ. യോഹന്നാൻ 16:8 മുതൽ. പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങളെ അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതാണ്. അതുകൊണ്ട് അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ വേല നമ്മൾ പൂർണ്ണമാകാത്തതുകൊണ്ടാണ് നമ്മളിന്നും പാപികളായി, കടക്കാരായി, ദുഃഖിതരായി കഴിയുന്നത്. കർത്താവ് നമ്മളോട് സംസാരിച്ചാൽ അത് മനസ്സിലായാൽ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കർത്താവിനിപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ഒക്കാത്തത് എന്താ? ഗ്രഹിപ്പാൻ കഴിവില്ലാത്ത ഒന്നുണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ വഹിക്കാൻ കഴിവില്ല. ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനം വഹിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ദുഃഖം മാറാത്തത്, സമാധാനം കിട്ടാത്തത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് നെല്ലടിയിൽ കന്യാമറിയാവിനെ വചനം വഹിക്കാനുള്ള കഴിവ് കിട്ടി. അതുകൊണ്ടാണ് കല്യാണം വച്ചിരുന്ന പെൺകുട്ടിയോട് നീ ഗർഭിണിയാവുമെന്ന് പറഞ്ഞത് മനസ്സിലായി അവള്. അങ്ങനെ പാപപ്പാമ തലയതിക്കാനുള്ളത് ബോധ്യമായതുകൊണ്ടാണ് കന്യാമറിയാൻ അത് ഗ്രഹിക്കുവാനും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ. നമുക്ക് ഇന്നു വരെയും ആ കഴിവായിട്ടില്ല. നമുക്ക് വചനത്തെ ഗർഭം ധരിക്കാനുള്ള ആ വചനത്തെ വഹിക്കാനുള്ള കഴിവ് ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടാത്തതെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ കഴിവിരിക്കുന്നത് തന്നെ കന്യാമറിയാമിന് കിട്ടിയതായ കഴിവിരിക്കുള്ള തന്നെ ഗ്രഹണശക്തി, വചനം ഗ്രഹിക്കാനും അനുസരിക്കാനും അത് ധ്യാനിക്കുവാനും അത് ഉൾക്കൊള്ളാനും അതിന് മാംസം ധരിപ്പിക്കുവാനും, കേട്ടതായ വചനം മാംസം ധരിക്കുവാൻ തന്റെ മാംസം വിട്ടുകൊടുത്തു. തന്റെ ശരീരത്തിൽ നിന്ന് ആ മാംസം എടുത്തിട്ടാണ് യേശു ശരീരം ധരിച്ചത്. ആ യേശുവിനെ വഹിക്കുവാനും മാംസം ധരിക്കുവാനും നമ്മുടെയും ഉള്ളിൽ നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ ആ സമാധാനവും സന്തോഷവും വേറെ ആർക്കും കളയാനും പറ്റും. അപ്പൊ നമ്മുടെ സന്തോഷം വളരെ വേഗം പോകുന്നതാണ്, നമ്മുടെ സമാധാനവും പോകും.
ആരെങ്കിലും ഒരു കറുത്ത വാക്ക് പറഞ്ഞാൽ ഉടനെ സമാധാനം പോയി. ആരെങ്കിലും ഇഷ്ടമില്ലാതെന്ന് പറഞ്ഞാൽ അന്ന് സന്തോഷവും പോയി. അതിന്റെ അർത്ഥം തന്നെ കർത്താവ് എന്ന സമാധാനം തൊട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിച്ച് യേശുവിനെ വളർത്തി സ്വർഗാരോഹണം ചെയ്യിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നതിന്റെ ശേഷം ആത്മാവിന്റെ ഫലമായ സ്നേഹവും സന്തോഷവും വന്നാൽ അത് നദി പോലെ ആയിരിക്കും. അത് ആർക്കും തടയാനൊക്കെ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമ്മൾ വളരാനില്ലേ? ഒത്തിരി വളരാനുണ്ട്, ഒത്തിരി ഗ്രഹിക്കാനുണ്ട്. അതിനാ എന്നും വരണം എന്ന് പറയുന്നത്. ഒരു ഞായറാഴ്ച പോലും മുടക്കരുത്, ഒരു ധ്യാനം പോലും മുടക്കരുത്. ഒത്തിരി കാര്യങ്ങൾ ഇനി നമ്മൾ വളരാനും നേടിയെടുക്കാനുണ്ട്. പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം പൂർണ്ണമായിട്ടില്ല. യേശുവിനെ വിശ്വസിക്കാത്തതാണ് ആ പാപം. യേശുവിനെ 100% വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് പാപാവസ്ഥ തുടരുന്നു. പാപം നീതി എന്ന് പറഞ്ഞ പിതാവിനോട് മറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. പിതാവിന്റെ കൂടെ ഇതുവരെ നമ്മൾ പൊതുതീരെ കർത്താവിന് പൊതുതീരെ മറഞ്ഞിരുന്നിട്ടില്ല. ആ അനീതിയുടെ പാപം കിടക്കുന്നു. പിശാചിനെ തല ചതച്ചെങ്കിലും നമ്മുടെ വീട്ടിലെ പിശാചിന് വാഴുക. കർത്താവ് നിന്റെ രാജ്യം വേണം എന്ന് പ്രാർത്ഥിക്കാൻ കാരണം തന്നെ പിശാചാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ കത്തിക്കാണ്ടിരിക്കുന്ന പിശാചിനെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവന്റെ ഭരണം തീർന്ന യേശുവിന്റെ ഭരണം വന്നെങ്കിലേ നമുക്ക് ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മ സന്തോഷവും ആസ്വദിക്കാനുള്ളൂ. ഈ മുടക്കികളെ ഒക്കെ പകരം കൊടുക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികളെ കർത്താവ് മാറ്റിയിരിക്കും. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അങ്ങനെ കർത്താവ് പുതിയ ബോധം നമുക്ക് തന്നിട്ട് നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പൂർണ്ണതയിലേക്ക് ആനയിച്ചിട്ട് ഒരു ശാപവും പറ്റാത്ത അവസ്ഥയിലേക്ക് വളരാൻ വേണ്ടി നമുക്ക് ഈ സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഈ ആഴ്ചകളിലെ വചനങ്ങൾ നമുക്ക് പ്രചോദനമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി പരിശുദ്ധാത്മാവുള്ളതായ വിശ്വാസം പുതുക്കുന്നതായ ഈ സമയം, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അടിമനസ് വരെ ചെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തിയാലേ നമുക്ക് ദൈവരാജ്യത്തിന്റെ നീതിയെ, സമാധാനം, പരിശുദ്ധാത്മാവ് സന്തോഷവും 100% ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. ഈ 3 അനുഭവങ്ങൾ 100% ആസ്വദിച്ചെങ്കിലേ മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ഭാവമുള്ളൂ. എങ്കിൽ മാത്രമേ കല്യാണം കഴിച്ചാൽ ചൊവ്വാവുള്ളൂ, പിള്ളേരുണ്ടായാൽ അത് ചൊവ്വാവുള്ളൂ, ജോലി കിട്ടിയാൽ അത് പ്രയോജനപ്പെടുള്ളൂ. കർത്താവ് ഓരോ കാര്യങ്ങൾ താമസിപ്പിക്കുന്ന കല്യാണം, ജോലി, വീട്, കടം വീട്ടിൽ ഇതെല്ലാം താമസിപ്പിക്കുന്നതിന്റെ കാര്യം ദൈവരാജ്യം നമ്മളുള്ളിൽ വരാത്തതുകൊണ്ടാണ്, പിശാചിന്റെ രാജ്യം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പിശാചിന്റെ രാജ്യം അവസാനിപ്പിച്ച് ദൈവത്തിന്റെ രാജ്യം പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചോദിക്കേണ്ട, രാജാവ് നമുക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രശ്നത്തിനാണ് പരിഹാരം കണ്ടെത്തുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സകല രോഗവും ദുഷ്ടന്റെ അതിൽ കിടക്കുകയാണ്. കർത്താവ് പിശാചിന്റെ തല ചതച്ചതുമാണ്, അവനെ തോൽപ്പിച്ചതാണ്. പക്ഷെ നമ്മുടെ അവൻ ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചതഞ്ഞ തലയും വെച്ചിട്ട് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുക. വാലുകൊണ്ടാണ് അപ്പോൾ ഭരിക്കുന്നത്. തല ചതഞ്ഞെങ്കിൽ വാലുകൊണ്ട് അവന് ഭരിക്കാൻ കഴിവുണ്ട്. ഈ ആകാശത്തിലെ 3 നക്ഷത്രങ്ങളെ ചുരുട്ടിക്കൂട്ടി താഴോട്ട് വലിച്ചിടാൻ കഴിവുള്ള അത്രയ്ക്ക് വലിയ വാലാണ് ഇതിനുള്ളത്. ആ വാല് ഇതുവരെയും ചതഞ്ഞിട്ടില്ല, തല മാത്രമേ ചതഞ്ഞു. അപ്പൊ തല നിലത്ത് ചതഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ വാല് കുത്തിപ്പോക്കി ഈ വേലയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. ആ വാല് നമ്മളും കൂടെയാണ് ചതയ്ക്കുന്നത്. ആ വാലിനെ ചതയ്ക്കാൻ നമ്മൾ വളരണം. ആ കന്യാമറിയാം യേശുവിനെ വളർത്തിവിട്ടതുപോലെ നമ്മുടെ യേശുവിനെ നമ്മൾ വളർത്തിവിട്ടാൽ തല ചതച്ച യേശു, ആ യേശുവിനോടൊപ്പം തന്നെ നമുക്ക് അവന് നടുമുറിയും അവന്റെ വാലും കൂടെ ചതയ്ക്കാൻ പറ്റും. അതിനാണിതില്ല. നമ്മൾ യേശുവിനോടൊപ്പം പങ്കാളിത്തം ലഭിക്കാൻ വേണ്ടിയാണ്. കർത്താവിന് ബാക്കി ചതയ്ക്കാൻ കഴിയില്ലാഞ്ഞിട്ടില്ല. നമുക്കൊരു പണി വേണ്ടേ? കർത്താവ് സഹിച്ചതിന്റെ ബാക്കി നമുക്ക് തരുന്നു. കർത്താവ് ഇതിന്റെ ബാക്കി നമ്മളെ കൊണ്ട് ചെയ്തിട്ട് ഞാനും എന്റെ കർത്താവിനെ കൂടി പിശാചിനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഈ പണിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതായിരിക്കട്ടെ നമ്മുടെ ലാക്ക്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുള്ള ബോധം തരാൻ തടസ്സമായി നിൽക്കുന്ന തന്നിഷ്ടങ്ങൾ ഒത്തിരി നമുക്കുണ്ട്. സ്വന്തം വിവേകത്തിൽ ഊന്നിയുള്ള ഒത്തിരി നീക്കങ്ങൾ നമുക്കുണ്ട്. അതാണ് സദൃശവാക്യം 3 എഴുതിയിരിക്കുന്നത്. അതിന് നാവിക്ക് ആരോഗ്യം അസ്ഥിക്ക് തണുപ്പുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാവിയുടെ ആരോഗ്യം അസ്ഥിയുടെ തണുപ്പും ആരോഗ്യം കളയുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നി ദൈവേഷ്ടത്തിനെതിരായി ഇതിൽ ആശ്രയിക്കാതെ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ്. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അനുസരിച്ച് കർത്താവിന്റെയും മാതാവിന്റെയും വിശുദ്ധന്മാരുടെയും എല്ലാം നല്ല ആലോചനകൾ കൊണ്ട് ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മ സന്തോഷം ഏറ്റുവാങ്ങാമെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവരായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായ ദൈവത്തെ സേവിക്കാൻ സാധിക്കും. അപ്പോൾ വേണ്ടതെല്ലാം നമ്മൾ തേടി വരും. അതുകൊണ്ട് കുഴപ്പം കിടത്തുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുസരണക്കേട് ഇവയോട് യാത്ര പറയാമെങ്കിൽ യേശു നേടിത്തന്നതായ രാജ്യത്തിന്റെ സകല അവകാശം നമ്മുടേതും കൂടിയാണ്. പക്ഷെ പോരാടും നോക്കി അത് കിട്ടുള്ളൂ. കുറേശ്ശെയായി പോരാടിയെടുക്കണം. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അനാഖ്യ മലന്മാരുടെ കയ്യിലായിരുന്നു.
7 ജാതികളുടെ കയ്യിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് യോശുവയും കാലാവും അതിനെ യുദ്ധം ചെയ്ത് എടുക്കും. യുദ്ധം ചെയ്യാൻ പഠിച്ചവർക്ക് മാത്രമേ പിശാചിനെ യുദ്ധം ചെയ്ത് തോപ്പിച്ച് തള്ളി മാറ്റിയാലേ അത് മാറുകയുള്ളൂ. നമ്മുടെ അവകാശം കയറിയെടുക്കണം, പിടിച്ചെടുക്കുന്നവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിശാച് അവിടെ കിടക്കും. അവനൊരു നാണവുമില്ല, അവനെ അത്യാഗ്രഹിയാണ്. അവനെ തള്ളി നീക്കി സൗന്ദര്യത്തിൽ കൊണ്ട് ചാടിക്കണം. എന്നിട്ട് നമ്മുടെ അവകാശം നേടിയെടുക്കണം. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനയെ നമ്മൾ ആരും ഓർപ്പിക്കുന്നു. ഈ കാര്യം നിങ്ങളെ ശരിക്കും ഞങ്ങൾ പഠിപ്പിക്കാവുന്നതിന് ക്ഷമ ചോദിക്കുകയാണ്. പുരോഹിതന്മാരെന്ന നിലയിൽ, സുവിശേഷകരെന്ന നിലയിൽ ഞങ്ങൾ ഈ കാര്യം ശരിക്കും നിങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും അപൂർണതയിൽ കിടക്കുന്നു. സ്നേഹം അപൂർണതയിലിരിക്കുന്നതുകൊണ്ട് ശാപം പറ്റുന്നു. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം വരുത്തുമ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് ക്ഷമ ചോദിച്ച് അന്യോന്യം ഒരുവനപ്പെട്ട് പ്രാർത്ഥിക്കാവുന്ന നമുക്ക് ദൈവരാജ്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കും. പിശാചിന്റെ രാജ്യം മാറ്റാൻ സാധിക്കും. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനുള്ള ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവ് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അപേക്ഷിച്ചിട്ട് നല്ലവണ്ണം നിൽക്കുന്ന പ്രാർത്ഥിക്കേണ്ടത് സ്വല്പ സമയം കൂടെ ഇരിക്കാം. ഇന്ന് ഈ മാതാവിൻ്റെ നാമത്തിലുള്ളതായ ധൂപപ്രാർത്ഥനയുടെ സമയം കൃപായുഗത്തിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം വചനം വഹിക്കാനുള്ള തൻ്റെ ഇടം പ്രാപിച്ച ഹൃദയവുമായി നിന്ന മാതാവിനെ നമ്മൾ നോക്കുകയാണ്. മാതാവിൻ്റെ അടുത്തേക്ക് മാത്രം മാലാഖ വരാനുള്ള കാരണം വേറെ എത്രയോ കന്യകമാർ എവിടെയെല്ലാം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണം മാതാവിൻ്റെ ഗർഭപാത്രത്തിന് യേശുവിനെ വഹിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഹൃദയത്തിന് വചനം വഹിക്കാനുള്ള കഴിവ്. അത് നമ്മൾ പ്രാർത്ഥിച്ചേ കർത്താവ് ഞങ്ങൾക്ക് വേണം. ഇത് ഞങ്ങൾക്ക് കർത്താവിനെ വഹിക്കാനുള്ള കഴിവ് എൻ്റെ ഹൃദയത്തിന് ആദ്യം വേണം. അത് താൻ 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ പള്ളിയിൽ കേട്ട വചനം മുഴുവൻ റെക്കോർഡ് ചെയ്ത് ഹൃദയത്തിൽ മുഴുവൻ അങ്ങ് സംഗ്രഹിച്ചു. പഴയ നിയമത്തിലെ വചനം മുഴുവനും സംഗ്രഹിച്ച് അത് മുഴുവൻ ഹൃദയത്തിന്റെ ഭാഗമായി അത് പ്രാർത്ഥനയാക്കി, ധ്യാനമാക്കി, അത് ആവശ്യബോധമായി അതിന് മുൻഗണന കൊടുത്ത് ഈ ഭൂമിയിൽ വേറൊരു കന്യമാരും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കന്യയുടെ അടുത്തുനിന്ന് പറഞ്ഞ പറയാം, അമ്മയെ നിനക്ക് സമാധാനം യേശു തന്നെയാണ്. അവൻ നമ്മുടെ സമാധാനം. Efesians 2:10. അപ്പൊ യേശു തന്നെയാണ് സമാധാനം. അപ്പോൾ യേശു ആകുന്ന വ്യക്തിയെ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടാൽ, ആ യേശു നമ്മുടെ ഹൃദയത്തിന്റെ കേന്ദ്രസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ സമാധാനം ആർക്കും കളയാനൊക്കെയില്ല. എന്തൊക്കെ സംഭവിച്ചാലും സമാധാനം അത് നദി പോലെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കും. ആരെല്ലാം എന്നാക്ക് ചെയ്താലും അത് ആ നദിക്കകത്ത് അലിഞ്ഞെന്ന് പോവുകയാണ്. ആ സന്തോഷവും സമാധാനവും സ്നേഹവുമാണ് വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സിദ്ധി. നമുക്ക് എന്നാത് കിട്ടാത്തത്? യോഹന്നാൻ 16 അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. 12-ാം അധ്യായം യോഹന്നാൻ 16:12. അതാണ് നമ്മുടെ സ്ഥിതി. മാതാവിന് തന്റെ 12-ാമത്തെ വയസ്സിൽ ആ കഴിവ് കിട്ടിയതുകൊണ്ടാണ് മാലാഖ വന്ന് വചനം കൊടുത്തത്. ശിഷ്യന്മാർ 3.5 കൊല്ലം പുറകെ നടന്നിട്ടും ആ കഴിവ് കിട്ടിയില്ല. ഒരു യോഹന്നാന് മാത്രം ആ കഴിവ് കിട്ടി, ബാക്കിയുള്ളവർക്ക് കൂടിപ്പോയി. അപ്പൊ ആ കഴിവ് എനിക്ക് തരണേ നിങ്ങൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ ശ്ലീബാ പെരുന്നാളിന് ശേഷം ഉള്ള 2ാം ഞായറാഴ്ച നാളെ വരുന്ന രാവിലെ 8 മണിക്കത്തെ കുർബാന അതിനുവേണ്ടിയാണ്. കർത്താവിന് 2ാമത്തെ വരവിൽ യേശുവിനെ വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യിക്കുന്നവർക്ക് മാത്രമേ 2ാമത് വരുള്ളൂ. സ്വർഗ്ഗാരോഹണം ചെയ്തവരോടാ പറഞ്ഞ് ഞാൻ 2ാമത് വരുന്നു പറയുന്നില്ല. സ്വർഗ്ഗാരോഹണം ചെയ്ത് ആ കർത്താവിനെ കണ്ടവരോടാ പറഞ്ഞ് ഞാൻ ഇതുപോലെ 2ാമത് വരുമെന്ന്. എല്ലാ കുർബാനയിലും യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് കാസായും പിലാസ എടുത്ത് ഇപ്പൊ കാണിച്ചതാ. അപ്പൊ എല്ലാ കുർബാനയിലും യേശുവിന്റെ ജനനം മുതൽ 2ാമത്തെ വരെ ഓർപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ വേലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ യേശു വരുമെന്നും നമ്മളെ കൊണ്ടുപോകാൻ അവൻ തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കാസായും പിലാസ എടുത്ത് ഉയർത്തി കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കന്യാമറിയാമനാണ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നവരെ യേശുവിനെ വളർത്തിവിടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. വചനം വഹിക്കാനുള്ള തന്റെ ഇടം ഹൃദയത്തിന് ഉദരത്തിനുണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെ ഉദരവും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും യേശുവിനെ വഹിക്കാൻ വേണ്ടിയാണ് പിതാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. യേശുവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെ സഭ യേശുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പ്രായപൂർത്തിയായി വചനം വഹിക്കാൻ പറ്റിയ ഹൃദയവും ഉദരവും പ്രാപിക്കാമെങ്കിൽ നമുക്ക് അമ്മമാരാകാം, യേശുവിന്റെ അമ്മയാകാൻ സാധിക്കും. അതിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധികളും മാറ്റപ്പെടുവാൻ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഇതുവരെ 100% നിങ്ങൾ എഴുതി മഞ്ഞം പേപ്പറിൽ എഴുതിത്തരേണ്ട വിഷയം ഇതാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം എത്ര ശതമാനമായി, നീതിയെക്കുറിച്ചുള്ള ബോധം, ന്യായവിധി നടന്നതിനെ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും 100% ന്യായവിധി നടന്നിട്ടില്ല, പിശാച് എപ്പോഴും ഭരിക്കുന്നത്.
കർത്താവ് രാജാവായി എഴുന്നള്ളി വന്നെങ്കിലും അവൻ സ്വർഗാരോഹണം ചെയ്തെങ്കിലും പിശാചിനെ തലചാതിച്ചെങ്കിലും നമ്മളിപ്പോൾ പിശാചിനാൽ ഭരിക്കപ്പെടുന്ന എത്ര ദുഃഖമാണെന്നറിയാവോ? അതാ ദുഃഖം മാറ്റിക്കൊടുത്ത് എൻ്റെ യേശു മാത്രമേ എന്നെ ഭരിക്കാവൂ. അവനാണ് എൻ്റെ തല. ആ തല പറയുന്നതനുസരിച്ച് മാത്രമേ ഞാൻ അനങ്ങുള്ളൂ. പാവസാഹചര്യം ഞാൻ ശവം പോലെ ഇരിക്കും. അതാണ് ഇന്ന് വായിച്ചു കേട്ടത്. പാവസാഹചര്യത്തിൽ മരിച്ച പോലെ ഇരിക്കണം. ധർമ്മങ്ങൾ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ സജീവമായിരിക്കണം. തല പറയുന്നത് മാത്രം അനുസരിക്കുക, പിശാച് പറയുന്നത് കേൾക്കുമ്പോൾ ചത്ത പോലെ ഇരിക്കുക. നേരെ തിരിച്ചാകുമ്പോൾ പിശാച് പറയുന്നത് കേൾക്കും ചാടി എഴുന്നേക്കും, കർത്താവ് പറയുമ്പോൾ ഉറങ്ങും. അപ്പൊ ആ ഗതികേട് മാറിയിട്ട് എനിക്ക് എന്റെ കർത്താവ് പറയുന്നത് മാത്രം സ്വീകരിക്കണം. ഈ ശത്രുമായ പിശാച് പറയുന്നത് കേട്ട ഭാവമില്ല, അറിഞ്ഞ ഭാവമില്ല, ചത്ത പോലെ ഇരിക്കുക. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടിയാണ് കുർബാന നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം 100% കിട്ടിക്കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനം പരിശുദ്ധാത്മാവുടെ സന്തോഷം 100%. 100%ആയാൽ മനുഷ്യർ കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാകും. നമുക്ക് വേണ്ടതെല്ലാം ധനവും മാനം ചെയ്ത് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. ഇതിന് മുൻഗണനാക്രമം കൊടുക്കാമെങ്കിൽ ആ അനുഭവം നമുക്ക് ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ബോധം മുടക്കി, നീതി മുടക്കി, ന്യായവിധി മുടക്കി, ഈ കാര്യങ്ങൾക്കെല്ലാം പകരം കിട്ടാൻ വേണ്ടി ഇപ്പോൾ സ്വർഗ്ഗകോടതിയിലേക്ക് അപേക്ഷ കൊടുക്കുകയാണ്. സ്വർഗ്ഗകോടതി അനുവദിച്ചിട്ടുണ്ട്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി മാതാവിന്റെ സെന്റ് മേരീസ് ബാങ്കിൽ നിന്ന് ഈ ബോധം മുടക്കി നമ്മുടെ ഈ നീതി മുടക്കിക്കെല്ലാം പകരം കൊടുത്തതിന് അതുവഴി യുദ്ധം ചെയ്യാനുള്ള പുതിയ ലോൺ വാങ്ങിച്ച് നമ്മൾ മാതാവിനെ പോലെ വചനം വഹിക്കുന്നവരാകാൻ, വചനത്തെ വളർത്തുന്നവരാകാൻ, വചനത്തെ സ്വീകരിക്കുന്നവരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധൂപപ്രാർത്ഥന തുടരുകയാണ്. സ്വീകരണം നേടി വിശുദ്ധ കുർബാന അനുഭവത്തിന്റെ സമയം. ഇന്ന് കേട്ടതായ വചനം ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ വഹിക്കാൻ പറ്റിയ ഉദരവും ഹൃദയവും എനിക്ക് തരണേ നിങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ചെവിയിൽ കൂടെ ഹൃദയത്തിലേക്കൊരു വഴിയുണ്ട്. അത് വചനം കയറിപ്പോകേണ്ട ഒരു വഴിയാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ഉദരത്തിലെത്തുന്നതായ കർത്താവിൻ്റെ ശരീരം അത് ദഹിച്ച് അത് രക്തമായി ഹൃദയത്തിലെത്തും. അങ്ങനെ ചെവിയിലൂടെയും ഉദരത്തിലൂടെയും ഹൃദയത്തിലേക്ക് ശക്തി വഴിയുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ചെവിയിലേക്കും ഉദരത്തിലേക്കും വഴി തിരിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും സജീവമായി യേശുവിനെ വഹിക്കാൻ പറ്റിയ ശരീരമായി നമ്മൾ മാറണം. പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാകണം. അപ്പോൾ എന്ത് വലിയ ഭാഗ്യമാണ്. ആ യേശു ഇതാ മാതാവിൻ്റെ ഉദരത്തിലേക്ക് വന്നപോലെ നമ്മുടെ ഉദരത്തിലേക്ക് വരാൻ പോവാം. നമ്മുടെ ഉദരത്തിൽ വരുന്ന യേശു അത് നമ്മുടെ രക്തമായി ഹൃദയത്തിലെത്തി ആ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളറയിലെ നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ ബോധവിചാര ഹൃദയമണ്ഡലത്തിൻ്റെ ഉള്ളറയിലേക്ക് കയറി അവിടെ അങ്ങ് ഒരു കുഞ്ഞ് വളരുന്നത് പോലെ വളർന്ന് അങ്ങനെ യേശുവിനെ വളർത്തിയാൽ നമുക്ക് മാതാവ് പോയെടുത്ത് പോകാൻ സാധിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളോടും എല്ലാ അശുദ്ധികളോടും എല്ലാ അനുസരണക്കേടിനോടും ഒരിക്കൽ കൂടെ നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് കർത്താവിന് തിരിശരക്തങ്ങൾ അനുഭവിക്കുകയാണ്. കർത്താവെ, നിന്റെ തിരിശരക്തങ്ങളാകുന്ന തീക്കട്ട ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുവാൻ, ഞങ്ങളുടെ എല്ലാ ശാപങ്ങളെയും മാറ്റുവാൻ പര്യാപ്തമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങളുടെ ഉദരത്തിലേക്ക് എന്നത് ഹൃദയത്തിലെത്തി ഞങ്ങളുടെ ഹൃദയം നിന്നെ വഹിക്കുകയും നിന്നെ വളർത്തുകയും ചെയ്യുന്ന ഇടമായി മാതാവിനെ പോലെ ആക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ. ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച ആരാധന നാളെ വരുന്നു. നാളെ 8 മണിക്ക് ആരംഭിക്കും. അതിനു മുമ്പായി നമ്മൾ സ്വയപരിശോധന നടത്തി നമ്മുടെ നിലവാരം എന്നാന്ന് അറിഞ്ഞുകൊണ്ട് വേണം നാളെ കുർബാനയ്ക്ക് ഇവിടെ വരുവോ എവിടെയെങ്കിലും പോവില്ല. ഇന്ന് സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ആത്മീയ നിലവാരം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് തിരുമനസ്സായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 12 വാക്യത്തിന്റെ സ്വയനിലവാരം നിങ്ങൾ എടുക്കണം. ദൈവത്തിന്റെ വചനം വഹിക്കാനുള്ള കഴിവ് എൻ്റെ ഹൃദയത്തിന് എത്ര ശതമാനമാണ് എഴുതിക്കൂ. അതിന് ഉത്തരം കണ്ടെത്തിയിട്ട് വേണം നാളെ വരെ ദൈവാത്മാവിന് മറുപടി തരാം. പരിശുദ്ധ കന്യമറിയാവിന് വചനം വഹിക്കുവാനുള്ള, വചനം ധ്യാനിക്കുവാനുള്ള, വചനം അനുഭവമാക്കാനുള്ള കഴിവ് 100% ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറവനിറഞ്ഞ മറിയമേ എന്നൊരു സമാധാനം എന്ന് പറഞ്ഞ് യേശു അങ്ങോട്ട് കയറിയത്. ഇതുവരെയായിട്ട് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വഹന കഴിവ് മുടക്കിയതൊക്കെ പകരം കൊടുക്കണം. അത് യെശയ്യാ 41 അനുസരിച്ച് കർത്താവേ, എൻ്റെ ഹൃദയം വചനം ഇതുവരെ 100% സ്വീകരിച്ചിട്ടില്ല, സ്വീകരിച്ചതിനെ വഹിച്ചിട്ടുമില്ല. അതെല്ലാം തള്ളിപ്പോയി, തട്ടിപ്പോയി, അതെല്ലാം പക്ഷി കൊണ്ടുപോയി, അതെല്ലാം മുള്ളുകളുടെ ഇടയിലായിരുന്നു, അത് പെരുവഴിയിലായിരുന്നു, അതെല്ലാം ചവിട്ടപ്പെട്ടു പോയി. എനിക്ക് പരിശുദ്ധ മാതാവിനെ പോലെ ഒരു ഹൃദയം കിട്ടണം. അതിന് തടസ്സമാക്കുന്ന എല്ലാ തിന്മകൾക്കും പകരം കൊടുത്തതിനെ മാറ്റിയിട്ട് എനിക്കൊരു അവകാശം, എനിക്കത് കിട്ടിയേ മതിയാവൂ എന്ന് പറയണം.
അത് പോരാടിയെടുക്കേണ്ടതാണ്. യോശുവയും കാലേബും ആ വാഗ്ദത്ത നാട് പോരാടിയെടുത്തപ്പോൾ അനാഖ്യ മലന്മാരെ തട്ടിമറിച്ച് മാറ്റിയിട്ടിട്ടാണ് അതെടുത്തത്. ഇതുപോലെ നമ്മുടെ ഈ വചനം മുടക്കികളെ തട്ടിമറിച്ച് തകർത്ത് ചവിട്ടി മരിച്ചിട്ട് വേണം നമുക്ക് ഈ വചനം വഹിക്കുന്ന ഹൃദയമായി മാറാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചുള്ള ബോധം എനിക്ക് എത്ര ശതമാനമായി? 100 ആയതിൽ ഇതിനകത്ത്. അതാണ് കർത്താവിൻ്റെ ദുഃഖം. അത് 100 കഴിഞ്ഞ് മാത്രമേ കർത്താവിന് നമ്മൾ ശരിക്കും വളർന്ന് ഈ മനുഷ്യാവതാര പ്രക്രിയ പൂർത്തീകരിച്ച് രണ്ടാമത് വരാനൊക്കെ ഉള്ളൂ. ഇന്ത്യയിലെ 75% പേരെ കർത്താവിന് നേടാൻ ആഗ്രഹമുണ്ട്. തോമാസിയെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. 5% പേരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 70 കിടക്കുന്നു. നമ്മുടെ പ്രാണക്കുട്ടികൾ പ്രായപൂർത്തിയായി ആ ഫന്യന്മാർ ഗർഭം ധരിച്ച് വേണ്ട വീരെയൊക്കെ പ്രസവിക്കാൻ നമുക്ക് തയ്യാറാണോ? ഇന്ത്യയെ മുഴുവൻ പ്രസവിക്കാൻ പറ്റിയ പ്രാണക്കുട്ടി ഉണ്ടാകണം. യെശയ്യാ 66 അങ്ങനെ ദേശമായി അനേകരെ പ്രസവിക്കേണ്ടയുള്ള പ്രാണക്കുട്ടികളെ വഹിക്കുന്നവരായിട്ട് അവസാന കാലത്ത് അനേകർ ജനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൃപായുഗത്തിന്റെ തുടക്കത്തിൽ യേശു കുഞ്ഞിനെ വഹിക്കാൻ പറ്റിയ കന്യകയായിരുന്നുകൊണ്ട് വഹിക്കാൻ പറ്റിയ ഒരു കന്യകയ്ക്ക് ആ വചനം വഹിക്കാൻ സാധിക്കും. ഇനിയും വരുന്ന വചനം അനേക ദേശങ്ങളെ പ്രസവിക്കാനുണ്ട്, അനേക രാജ്യങ്ങളെ പ്രസവിക്കാനുണ്ട്, അനേക ഗ്രാമങ്ങളെയും അനേക പട്ടണങ്ങളെയും ഒന്നിച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഗർഭപാത്രം വേണം. നമ്മുടെ ഹൃദയം അങ്ങനെ വളരാമെങ്കിൽ അങ്ങനെ കിട്ടും. ചോദിച്ചാൽ കിട്ടും. കർത്താവ് കൊടുക്കാൻ വെച്ചിരിക്കുക. അത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് കർത്താവ് നീ വരാത്തതിന്റെ കാര്യം ഇതാ. ഇന്ത്യയിൽ നീ 70% പേരെ ഗർഭം ധരിക്കാൻ ആളില്ല, വചനം വിതയ്ക്കാൻ ആളില്ല, വിതച്ചാൽ അത് വളർത്താൻ ആളില്ല. അത് ഞാനായിക്കോട്ടെ, ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ ആരെ ആയിക്കോട്ടെ ചോദിച്ചാൽ കർത്താവ് എന്നെ ഇവിടെ നിന്ന് പറയാൻ ധൈര്യമുണ്ടോ? യെശയ്യാവിനോട് ചോദിച്ചു ഇതൊക്കെ പറയാൻ ഞാൻ ആരെ അയക്കേണ്ടു? എന്നെ ഇവിടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അല്ല, കർത്താവ് ആരെ മുന്തിത്തള്ളിയൊന്നും വിടുകയില്ല. ആരെ ഞാൻ അയക്കുമെന്ന് ചോദിക്കുകയുള്ളൂ. എന്നെ അയക്കുക ഞാൻ പോകാമെന്ന് പറയാനുള്ള കഴിവ് എൻ്റെ കൂടെ തരും. അങ്ങനെയാണ് ഈ കേട്ട വചനം പ്രാർത്ഥനയാക്കി മാറ്റി പ്രാർത്ഥിക്കുക. ഈ മൈക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇത് കേട്ട വചനം പ്രാർത്ഥനയാക്കാൻ ദൈവാത്മാവ് വരം തന്നിരിക്കുന്നവരെ അത് ദൈവ തിരഹിത പ്രകാരം അത് സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ച് അനുഭവമാക്കാൻ പോവുക. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവ് അതെല്ലാം ധ്യാനിച്ച് പ്രാർത്ഥനയാക്കി മാറ്റിയപ്പോൾ അന്നേരം തന്നെ മാംസം ധരിക്കാൻ തുടങ്ങി. മനുഷ്യാവതാര പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. അതിപ്പോ വേണേ തുടങ്ങും. വേണോ? ഇന്ന് പുതിയ കൃപ വന്നിട്ടുണ്ട്. ഈ മുടക്കികൾക്കെല്ലാം പകരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം. വേണമെങ്കിൽ വാങ്ങിച്ചു. കേൾവിക്കാട് മതിയായിട്ട് ഒരാൾ പ്രാർത്ഥിക്കും. നിങ്ങൾ എഴുന്നേറ്റ് നിന്നോ, മുട്ടുകുത്തിയോ, കൈ മലർത്തിയോ, കൈ ഉയർത്തിയോ, ദൈവാത്മാ പറയുന്ന പോലെ നിങ്ങൾ പ്രതികരിച്ചു. ദൈവം നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നല്ല സമയത്തിനായി സ്തോത്രത്തിനവസരം കർത്താവെ ഞങ്ങളുടെ കൂടായിരിക്കാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ ശോധന ചെയ്യാനും ഞങ്ങളുടെ ഗുണങ്ങളെ മനസ്സിലാക്കാനും കർത്താവെ ഞങ്ങൾ ബോധിക്കുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്നത്തെ വചനപ്രകാരം കർത്താവിന്റെ സന്നിധി നിൽക്കാനും ഇരിക്കാനുള്ള അർഹത എഴുതുകയില്ലാതെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ക്ഷമിക്കണമേ കർത്താവെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ 100% വസിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുള്ളത്. ഇതുവരെ ഞങ്ങൾ പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒരു ബോധമില്ല കർത്താവെ. അതുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതം നിന്ന് കർത്താവെ നഷ്ടപ്പെട്ട് കർത്താവ് ഈ ലോകത്തിന് അധീനരായ സമാധാനം നഷ്ടപ്പെട്ടവരായ സ്വസ്ഥതയില്ലാത്തവരായ ഉള്ള സമാധാനം കൂടെ കർത്താവ് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ബോധമില്ലാത്തതുകൊണ്ടാണെന്ന് സമ്മതിക്കുന്നു. കൊണ്ട് കർത്താവെ അത് ഞങ്ങൾക്ക് പൂർണ്ണമായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ബോധം തന്ന് 100% തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കർത്താവിന്റെ കൂടെ മറഞ്ഞിരിക്കുന്ന ഒരു നീതിയുണ്ട്. ആ നീതി 100% വേണം. ആ ഒരു ബോധം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കർത്താവിന്റെ കൂടെ മറന്നിരിക്കുന്ന ഒരു നീതി പ്രാപിച്ചിട്ടില്ല. കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവിന്റെ കൊതി തീർത്തിട്ടില്ല. ഞങ്ങൾക്ക് കർത്താവിനെ കിട്ടിയിട്ടുമില്ല. ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കർത്താവിന്റെ കൂടെ മറന്നിരിക്കാത്തതുകൊണ്ടാണ് കർത്താവെ. അങ്ങനെ മറന്നിരിക്കുന്ന നീതി കിട്ടിയെങ്കിൽ മാത്രമേ കർത്താവെ ഞങ്ങൾക്ക് പാപബോധം കിട്ടത്തുള്ളൂ കർത്താവെ. അങ്ങനെ കർത്താവെ പാപ സാഹചര്യത്തിൽ മനുഷ്യനെ പോലെ ആയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ കർത്താവ്. ഇന്ന് ഞങ്ങൾ പാപ സാഹചര്യത്തിൽ ജീവനുള്ളവരെ പോലെ കർത്താവെ പാപത്തിൽ വീണ്ടും കിടന്ന് കർത്താവെ പിശാച് ഞങ്ങളോട് പറയുമ്പോൾ അതിനെ കേട്ട് ഞങ്ങൾ രാത്രി എഴുന്നേൽക്കുന്നവരായി മാറിപ്പോയിരിക്കുന്നു. അവൻ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വിട്ടുമാറാത്തതിന്റെ കാരണമുണ്ട്. അത് കർത്താവെ അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ബോധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. വേണ്ട കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതിൽ അടിപ്പിണരാൽ സൗഖ്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാലും രോഗത്തിന് അധീനരായി ഞങ്ങൾ കിടക്കുന്നതിന്റെ കാരണം കർത്താവെ പലവിധ രോഗങ്ങളും പാപത്തിന്റെ ശാപങ്ങളും ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടെന്നും പിന്നെ കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവ് സഹിച്ചതിന്റെ ബാക്കി കർത്താവെ കുടിച്ചതിന്റെ ബാക്കി കാസ ഊറ്റി കുടിക്കാനും കർത്താവ് സഹിച്ച രോഗങ്ങൾ സഹിക്കാനും ഉണ്ടല്ലോ കർത്താവെ. രണ്ടെണ്ണം തിരിച്ചറിഞ്ഞ് കർത്താവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സഹിക്കുന്നവരായി മാറുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളിലേക്ക് വന്നു വസിക്കണമേ. അവരാണ് ഞങ്ങളുടെ സമാധാനം എന്ന് പറഞ്ഞു. യേശു മാത്രമാണ് ഞങ്ങളുടെ സമാധാനം. ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടി. യേശുവിനെ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സമാധാനം നിത്യസമാധാനമായി തരൂ. അല്ലെങ്കിൽ കടസമാധാനമായി കർത്താവെ സമാധാനം വരുത്താൻ വാഴത്തിനകത്താൻ ഞാൻ വന്ന എല്ലാ സമാധാനവും ഉള്ള
പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ പൂർണ്ണമായി ഞങ്ങളെ പരിശുദ്ധ മാതാവിനെ കൊണ്ട് ഞങ്ങളെ വിട്ടുതരുമ്പോൾ മാതാവിന്റെ ഹൃദയവും മാതാവിന്റെ ഉദരവും വചനം കേട്ടപ്പോൾ അത് കർത്താവെ ആ വചനത്തിലൂടെ കർത്താവിനെ ഗർഭം ധരിക്കുന്നതായി തീർന്ന് അവിടുന്ന് കർത്താവിനെ മാംസം ധരിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കന്യക കർത്താവിനെ വളർത്തുന്ന ഒരു കന്യകയായിട്ട് മാറാൻ 12-ാം വയസ്സിൽ മാതാവിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉദരം കർത്താവിനെ വഹിക്കാനുള്ള കഴിവ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കർത്താവിനെ വഹിക്കാനുള്ള തന്റേടം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലൂടെയും ഉദരത്തിലൂടെയും കർത്താവിനെ പൂർണ്ണമായി വഹിച്ച് കർത്താവിനെ വളർത്തിയെടുക്കുന്ന ഒരു ഹൃദയമായി തീർന്ന് അങ്ങനെ ഞങ്ങൾ ദൈവത്തെ പ്രസാദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്നതിനകത്ത് ഇന്ന് ഞങ്ങൾ ദൈവത്തിന് പ്രസാദവുമില്ല, മനുഷ്യർക്ക് കൊള്ളാത്തവരുമായി മാറിയിരിക്കുകയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവം അതിന്റെ കാരണം ഞങ്ങൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കാത്തതിന്റെ മനുഷ്യർക്ക് കൊള്ളാത്തവരുമായി മാറിയതിന്റെ കാരണം ഞങ്ങളുടെ ഉത്തരവ് കർത്താവിനെ വഹിച്ചിട്ടില്ല, ഞങ്ങളുടെ ഹൃദയം കർത്താവിനെ സ്വീകരിച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ കർത്താവിനെ സ്വീകരിക്കാനുള്ള കഴിവും ഞങ്ങളുടെ ഉദരത്തിൽ കർത്താവിനെ വഹിക്കാനുള്ള കഴിവും നഷ്ടപ്പെടുത്തി ആ തന്റേടം ഞങ്ങൾ കളഞ്ഞ് അതൊക്കെ ഇഷ്ടമുള്ളതിനെ കയറ്റിവെച്ച് ലോകത്തിൽ അടിമയായി പിശാചിന് അടിമയായി നിന്നപ്പോൾ പിശാച് ഞങ്ങളുടെ ഹൃദയത്തിനും ഉദരത്തിനും വന്ന് ജീവിച്ചപ്പോൾ ഞങ്ങൾ കർത്താവിനെ ദൈവത്തെ പ്രസാദിക്കാത്തവരും മനുഷ്യർക്ക് കൊള്ളാത്തവരുമായി മാറിയ അവസരങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി വിട പറഞ്ഞ കർത്താവിനെ ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവിനെ ഇന്നും മുതൽ ഞങ്ങളുടെ ഉദരം കർത്താവിനെ വഹിക്കാനുള്ള ഉദരമായി മാറുവാനും കർത്താവിനെ സ്വീകരിക്കുന്ന ഹൃദയമായി മാറുവാനും അതിനുള്ള തന്റേടും അതിനുള്ള ആ വചനം ഞങ്ങൾ തന്നു. വചനം കേൾക്കുമ്പോൾ കർത്താവിനെ ഞങ്ങൾ വചനം മാംസം ധരിക്കുന്നതായി അത് അഭിഷേകം പ്രാപിച്ച് അത് ഞങ്ങളുടെ ഹൃദയത്തിലൂടെ ദൈവത്തിന് വഴി ഒരുക്കുന്നത് അത് ഞങ്ങൾ ചെവിയിലൂടെ കർത്താവിന് ഒരു വഴി ഒരുക്കി അത് ഉദരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കർത്താവിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിച്ച് അഭിഷേകം പ്രാപിപ്പാൻ ഞങ്ങളെ പൂർണ്ണമായി വിട്ടുതരികയാണ് കർത്താവെ. അതുകൊണ്ട് കർത്താവെ യെശയ്യാവിനോട് പറഞ്ഞു ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുന്നു പറഞ്ഞപ്പോൾ അടിയനെ അയക്കണമെന്ന് പറയാനുള്ള തന്റെ യെശയ്യാവിന് കിട്ടുന്നതുപോലെ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ തോമാശ്ലീഹ കരയുമ്പോൾ ആ കരുത്തിന് മാറ്റുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കർത്താവിന്റെ വേല കഴിച്ച് അനേകരെ നമ്മുടെ പ്രാണനെ നേടി കർത്താവിന്റെ സന്നിധി കൊണ്ടുവരാൻ കർത്താവ് അവിടുന്ന് കർത്താവ് ആദാമിന്റെ ഹാരം വന്ന് നഷ്ടപ്പെട്ട എല്ലാ പ്രാണനെയും തിരിച്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെ പ്രാണനെ ആദ്യം വീണ്ടെടുത്ത് കർത്താവിന്റെ സന്നിധി ആക്കി തന്നത് അങ്ങനെ കർത്താവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ വഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേല തെളിയിക്കുവാൻ അതിനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ധൈര്യം തരണമേ, അതിനുള്ള തകരം തന്നെ ഞങ്ങൾ പൊക്കോളാമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതിനുള്ള കൃപ തന്ന് കർത്താവ് ഞങ്ങളെയും ലോകമെന്ന് കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ കർത്താവിന്റെ വരവിനെ എതിരായി പറഞ്ഞോണം കർത്താവിന്റെ മണവാട്ടിയായി കാത്തിരുന്ന് ശക്തി പ്രാപിപ്പറഞ്ഞോണം സമ്പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അത് ഞങ്ങൾ തിരിച്ചുകൊടുത്ത് വളർത്ത തിന്മയുടെ ശക്തികൾ ഇന്ന് കർത്താവെ അതിന് മുടക്കിലായി നിൽക്കുന്ന എല്ലാ സഹായിയുടെ മുടക്കുകളെയും കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ഇതിന്റെ അഭിഷേകങ്ങളെ ചവിട്ടി മാറ്റി കഴിച്ചിട്ടാണ് സമുദ്രത്തിൽ വിട്ടുന്ന എല്ലാ വേലകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ തന്ന സൗഖ്യത്തിനായ സ്തോത്രം ഞങ്ങൾ സഹിക്കാൻ കഴിയുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. എല്ലാ ദൈവനാമ മഹത്വത്തിനും ദൈവേഷ്ടത്തിനും എത്തിക്കാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിനായി വന്നതിന് വേണ്ടി മാനമഹത്വം തന്നെ